ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയുടെ ആദ്യ 5 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 6, 7 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ യാ അയ്യുഹല്ലസീന ഹാദൂ ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽസാലിമീൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി തൗറാത്ത് നൽകപ്പെട്ട ആളുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അവർ ഗ്രന്ഥം ചുമക്കുന്ന, വലിയ വലിയ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെപ്പോലെയാണ്. അതിൻ്റെ പുറത്തിരിക്കുന്ന ആ ഗ്രന്ഥത്തിൻ്റെ വില അറിയാതെ അതങ്ങനെ അത് ചുമന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തൗറാത്തിലടങ്ങിയ ഏറ്റവും മഹത്തായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, അത് ജീവിതത്തിൽ പകർത്താതെ, അതിൻ്റെ വാഹകരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഞങ്ങളുടെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനതയെക്കുറിച്ച് അള്ളാഹു ആ ഒരു ഉപമയിലൂടെ കൃത്യമായിട്ട് അവിടെ പ്രതിപാദിച്ചു. ശേഷം അള്ളാഹു പറയുന്നു, ഖുൽ യാ അയ്യുഹല്ലസീന ഹാദൂ. ഖുൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം. യഖൂലു, പറയും അല്ലെങ്കിൽ പറയുന്നു. ആ യഖൂലു എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള യാ കളഞ്ഞ് അതിൻ്റെ ഖൂ എന്നുള്ള നീട്ടൽ കളഞ്ഞ് അവസാനത്തെ ലാമിന് സുക്കൂനിട്ട് കൊടുത്ത് അങ്ങനെ കൽപ്പനക്രിയ ഉണ്ടാക്കും. ഖുൽ, താങ്കൾ പറയുക അല്ലെങ്കിൽ നീ പറയുക, നീ പറയണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയതുകൊണ്ട് നബിയെ താങ്കൾ പറയുക എന്നാണ് നമ്മളതിനർത്ഥം കൊടുക്കുക. ശരിക്ക് ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയൂ, നീ പറയണം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയതുകൊണ്ട് നബിയെ താങ്കൾ പറയണം, നബിയെ താങ്കൾ പറയുക, പറഞ്ഞു കൊടുക്കുക. യാ അയ്യുഹല്ലസീന ഹാദൂ. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. നമുക്കറിയാം, അത് പല പ്രാവശ്യം വന്നതാണ്. യാ അയ്യുഹ, അങ്ങനെയുള്ളവരെ. അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ കൂടെ, അതിനുശേഷമുള്ള വാക്കുകൾ കൂടെ പറഞ്ഞാലേ അർത്ഥം പൂർത്തിയാവുള്ളൂ. ഹാദ എന്ന് പറഞ്ഞാൽ യഹൂദമതം സ്വീകരിച്ചു, ജൂദായിസം സ്വീകരിച്ചു എന്നാണ്. ഹാദ മടങ്ങി എന്നർത്ഥമുണ്ട്. ഹാദൂ എന്ന് പറഞ്ഞാൽ അവർ യഹൂദമതം സ്വീകരിച്ചു, അവർ ജൂതമതം സ്വീകരിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ. അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ, അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം കൊടുക്കുക. ഇസ്മു മൗസൂൽ എന്നാണ് പറയുക. ബഹുവചനത്തിൻ്റെ കൂടെയാണ് ഈ അല്ലസീന ഉപയോഗിക്കുക. ഏകവചനാണെങ്കിൽ അല്ലസീ എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ ഹാദൂ എന്ന് പറയുമ്പോൾ അവർ ജൂതമതം സ്വീകരിച്ചു എന്നാണല്ലോ, കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് അല്ലസീന എന്ന് ഉപയോഗിച്ചത്. അല്ലസീന ഹാദു എന്ന് ഒന്നിച്ച് പറയുമ്പോൾ ജൂതമതം സ്വീകരിച്ചവരായ ഒരു കൂട്ടർ, അല്ലെങ്കിൽ യഹൂദമതം സ്വീകരിച്ചവരായ ഒരു കൂട്ടർ, അല്ലെങ്കിൽ ജൂദായിസം സ്വീകരിച്ചവരായ ഒരു കൂട്ടർ, ജൂദായിസം സ്വീകരിച്ചവർ. അതിൻ്റെ മുമ്പിൽ ആ ഒരു വിളിക്കാൻ ഉപയോഗിക്കുന്ന യാ അയ്യുഹ എന്ന് ചേരുമ്പോഴോ, യാ അയ്യുഹ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരേ എന്നാണ്. അപ്പോൾ യാ അയ്യുഹല്ലസീന ഹാദൂ, യഹൂദികളായവരെ, ജൂതമതം സ്വീകരിച്ചവരെ, ജൂദായിസം സ്വീകരിച്ചവരെ. ഇൻ സഅംതും, സഅമ എന്ന് പറഞ്ഞാൽ വാദിച്ചു അല്ലെങ്കിൽ ജൽപ്പിച്ചു എന്നൊക്കെയാണ്. സഅമ അത് മാദിയായ പദമാണ്. അതിൻ്റെ അവസാനത്തിൽ തും എന്ന് വരുമ്പോൾ നിങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടും. സഅംതും, നിങ്ങൾ വാദിച്ചു. സഅമ എന്ന് പറഞ്ഞാൽ അവൻ വാദിച്ചു. സഅംത, നീ വാദിച്ചു. സഅംതുമാ, നിങ്ങൾ 2 പേര് വാദിച്ചു. സഅംതും, നിങ്ങൾ കുറേ പേർ വാദിച്ചു. അപ്പോൾ സഅംതും, നിങ്ങൾ വാദിച്ചു. അതിൻ്റെ മുമ്പിൽ ഇൻ എന്നുള്ളത് ഒരു നിബന്ധനയ്ക്ക് വേണ്ടി, ഷർത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്നർത്ഥം. അപ്പോൾ ഇൻ സഅംതും, നിങ്ങൾ വാദിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ, നിങ്ങൾ വാദിച്ചുവെങ്കിൽ, അന്നക്കും, അന്ന തീർച്ചയായും, കും നിങ്ങൾ,
അന്നക്കും തീർച്ചയായും നിങ്ങൾ, നിശ്ചയമായും നിങ്ങൾ, ഔലിയാ ഉ, വലിയുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔലിയാ. വലിയുൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. മിത്രം, സുഹൃത്ത്, രക്ഷാധികാരി, ഏറ്റവും വേണ്ടപ്പെട്ടവൻ, ഏറ്റവും അടുപ്പമുള്ളവൻ, പല അർത്ഥങ്ങളുണ്ട്. സഹായി എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ ബഹുവചനമാണ് ഔലിയാ, മിത്രങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, ഇഷ്ടപ്പെട്ടവർ. ഔലിയാ ഉ ലില്ലാഹി, ലില്ലാഹി അള്ളാഹുവിന്, ലീ എന്ന് പറഞ്ഞാൽ ക്ക്, ന്, വേണ്ടി. ലില്ലാഹി, അള്ളാഹു എന്നുള്ളതിന് മുമ്പിൽ ലീ വരുമ്പോൾ ലില്ലാഹി എന്നാണ് ഉച്ചരിക്കുക. ലില്ലാഹി അള്ളാഹുവിന്. മിൻദൂനി നാസി, മിൻദൂനി എന്ന് പറഞ്ഞാൽ അതിനെ കൂടാതെ, അതിനുശേഷം പറയുന്ന ആ ഒരു കാര്യത്തെ ചേർത്തിട്ടാണ് പറയുക അതിനെ കൂടാതെ. അപ്പോൾ കൂടാതെ എന്നുള്ളൊരർത്ഥം മിൻദൂനി എന്നുള്ളതിന് കൊടുക്കും. മിൻദൂനി കൂടാതെ അല്ലെങ്കിൽ പുറമേ. മിൻദൂനി നാസി ജനങ്ങളെ കൂടാതെ. അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ചെറിയ സൂറത്തിൽ തന്നെ നമ്മൾ പഠിച്ചില്ലേ, ഖുൽ അഊസു ബി റബ്ബിന്നാസ്, അവിടെയൊക്കെ നാസ് പറഞ്ഞതാണ് നമ്മൾ. അപ്പം നാസ് ജനങ്ങൾ. ഫ തമന്നൗൽ മൗത്ത, ഫ എന്ന് പറഞ്ഞാൽ എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ. തമന്നൗ, തമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, കൊതിച്ചു, മോഹിച്ചു എന്നൊക്കെയാണ്. തമന്ന അത് മാളിയായ പദമാണ്. അതിൻ്റെ കൽപ്പനക്രിയ തമന്ന, നീട്ടാതെ, നീട്ടലുണ്ടാവില്ല. തമന്ന, നീ ആഗ്രഹിക്ക്, നീ കൊതിക്ക്, നീ മോഹിക്ക്. അതിൻ്റെ ബഹുവചനം തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുവീൻ. കുറേ പേരോടാവുമ്പോൾ നിങ്ങൾ കൊതിക്കുവീൻ, നിങ്ങൾ മോഹിക്കുവീൻ. ഈ തമന്ന എന്ന് പറഞ്ഞില്ലേ മാളിയായ പദം, അതിൻ്റെ മൂന്നാമത്തെ രൂപം അതും തമന്നൗ എന്ന് തന്നെയാണ് വരിക. തമന്നൗ, നിങ്ങൾ കുറേ പേർ കൊതിച്ചു എന്നുള്ളതിനും തമന്നൗ എന്ന് പറയും. നിങ്ങൾ കൽപ്പനക്രിയയായിട്ട് നിങ്ങൾ കൊതിക്കുവീൻ എന്നുള്ളതിനും തമന്നൗ എന്ന് പറയും. അപ്പോൾ തമന്നൗ ഇവിടെ കൽപ്പനക്രിയയായിട്ടാണ് വന്നത്. കാരണം അതൊരു ഷർത്ത്, നേരത്തെ നമ്മൾ ഇൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങളങ്ങനെ വാദിക്കുന്നുവെങ്കിൽ, അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൊതിക്കുവീൻ, ഒരു കൽപ്പനക്രിയയായിട്ടാണ് അവിടെ വരിക സന്ദർഭം അനുസരിച്ച്. ഫ എന്നാൽ തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുവീൻ, നിങ്ങൾ കൊതിക്കുവീൻ. എന്തിനെ? അൽ മൗത്ത, മരണത്തെ, മരണത്തെ നിങ്ങൾ കൊതിക്കുവീൻ. ഇൻ കുന്തും സ്വാദിഖീൻ, ഇൻ അങ്ങനെയാണെങ്കിൽ. കുന്തും കാന എന്നുള്ളതിൻ്റെ കൂടെ തും എന്ന് ചേർന്നാണ്. കാന ആയിരുന്നു, ആകുന്നു, ആണ് എന്നൊക്കെ അർത്ഥം. കുന്തും നിങ്ങൾ ആണ്, നിങ്ങൾ ആകുന്നു. അതിന് മുമ്പിൽ ഇൻ അങ്ങനെയാണെങ്കിൽ എന്ന് ചേർന്നാൽ ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, നിങ്ങൾ ആകുന്നുവെങ്കിൽ. നിങ്ങൾ എന്താണെങ്കിൽ, എന്താകുന്നുവെങ്കിൽ. സ്വാദിഖീൻ, സ്വദഖ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു എന്നാണ്. സ്വാദിഖ് സത്യം പറയുന്നവൻ. അതിൻ്റെ ബഹുവചനം സ്വാദിഖൂൻ, സത്യം പറയുന്നവർ. അത് പിന്നെ ഗ്രാമർ അനുസരിച്ച് സ്വാദിഖൂൻ എന്നും സ്വാദിഖീൻ എന്നൊക്കെ വരും. രണ്ടിനും ഒരേ അർത്ഥമാണ്, സത്യം പറയുന്നവർ. അപ്പോൾ ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ സത്യം പറയുന്നവർ. ഇൻ കുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവർ ആണെങ്കിൽ. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഖുൽ യാ അയ്യുഹല്ലസീന ഹാദു ഇൻ സഅംതും അന്നക്കും ഔലിയാ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത ഇൻ കുന്തും സ്വാദിഖീൻ. നബിയെ താങ്കൾ പറയുക, ജൂദായിസം സ്വീകരിച്ചവരെ, അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ, മറ്റു ജനങ്ങൾക്കൊക്കെ പുറമെ നിങ്ങൾ മാത്രമാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും അടുത്തവർ എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുവീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അടുത്ത ആയത്ത് വലാ യതമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽ ളാലിമീൻ. വലാ യതമന്നൗനഹു, തമന്ന എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയല്ലോ, മോഹിച്ചു, കൊതിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെ. അതിൻ്റെ മുളാരിയാണ് യതമന്ന. തമന്ന എന്നുള്ളത് മാളിയായ പദമാണ്, ആഗ്രഹിച്ചു, കൊതിച്ചു എന്നൊക്കെ. യതമന്ന ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കും, കൊതിക്കുന്നു അല്ലെങ്കിൽ കൊതിക്കും, മോഹിക്കുന്നു അല്ലെങ്കിൽ മോഹിക്കും. അതിൻ്റെ ബഹുവചന രൂപമാണ് യതമന്നൗന. അവർ കൊതിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ മോഹിക്കുന്നു. അതിനു മുമ്പിൽ ലാ വരുമ്പോൾ ലാ യതമന്നൗന, അവർ ആഗ്രഹിക്കുകയില്ല, അവർ കൊതിക്കുകയില്ല. അതിൻ്റെ അവസാനത്തിലൊരു ഹൂ ഉണ്ട്, അതിനെ. അപ്പോൾ ലാ യതമന്നൗനഹു, അവർ അതിനെ കൊതിക്കുകയില്ല, അവർ അതിനെ ആഗ്രഹിക്കുകയില്ല. ഏതിനെ? മരണത്തെ. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ആ ഒരു മരണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർ ആ മരണത്തെ മോഹിക്കുകയില്ല, അവർ ആ മരണത്തെ ആഗ്രഹിക്കുകയില്ല, കൊതിക്കുകയില്ല.
തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്. പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. കാരണം ഒരു വിഷയം അവിടെ കഴിഞ്ഞു, ഇനി അടുത്ത വിഷയം. ഒരേ കാര്യത്തിൽ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന വാവ്. അപ്പോൾ വലാ യത്തമന്നൗനഹു, അവർ അതിനെ ആഗ്രഹിക്കുകയില്ല, അവർ അതിനെ കൊതിക്കുകയില്ല, മരണത്തെ അവർ കൊതിക്കുകയില്ല. അബദൻ, ഒരിക്കലും, അല്ലെങ്കിൽ ഒരു കാലത്തും. ഈ അബദൻ എന്നുള്ളത് ലർഫ് സമാനായിട്ടാണ് പറയുക സാധാരണഗതിയിൽ. അപ്പോൾ ഒരു കാലത്തെ കുറിക്കുന്ന പദം. ലർഫ് സമാൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ കുറിക്കുന്ന, ഒരിക്കലും അത് സംഭവിക്കില്ല, ഒരു കാലത്തും അത് സംഭവിക്കില്ല എന്നുള്ള രൂപത്തിൽ. ബിമാ ഖദ്ദമത് ഐദീഹിം, ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്തു. ഇത് നമ്മൾ മറ്റ് സൂറത്തുകളിൽ പഠിച്ചു പോയിട്ടുണ്ട്. ഖദ്ദമ മുൻകൂട്ടി ചെയ്തു. അവിടെ ഖദ്ദമത്ത് എന്ന അവസാനത്തിൽ സ്ത്രീലിംഗമാക്കാനുള്ളൊരു താ ചേർത്തിട്ടുണ്ട്. അത് അതിന് ശേഷം വരുന്ന ആ ഒരു പദം കൂടെ നോക്കിയാൽ മനസ്സിലാവും. കാരണം ഖദ്ദമ മുൻകൂട്ടി ചെയ്തു. ആര്? അവിടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ. ഐദീഹിം എന്നുള്ളതാണ്, അതിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം അത്. അപ്പോൾ അത് സ്ത്രീലിംഗമായതുകൊണ്ട്, ആ ഫായിൽ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഖദ്ദമ പ്രയോഗിക്കാതെ ഖദ്ദമത്ത് എന്നായത്. അർത്ഥം ഒന്ന് തന്നെ, മുൻകൂട്ടി ചെയ്തു. അതിൻ്റെ മുമ്പിൽ മാ എന്നുണ്ട്. മാ ഖദ്ദമത്ത്, മുൻകൂട്ടി ചെയ്തത്. മാ എന്നുള്ളതിന് അത്, യാതൊന്ന് എന്നുള്ള അർത്ഥം. മാ ഖദ്ദമത്ത്, മുൻകൂട്ടി ചെയ്തത്. അതിൻ്റെ മുമ്പിലൊരു ബി ഉണ്ട്. അത് കൊണ്ട്, അല്ലെങ്കിൽ നിമിത്തം, അക്കാരണത്താൽ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബി ആണ്. ബിമാ ഖദ്ദമത്ത്, മുൻകൂട്ടി ചെയ്തത് നിമിത്തം, മുൻകൂട്ടി ചെയ്തതിനാൽ, അല്ലെങ്കിൽ മുൻകൂട്ടി ചെയ്തത് കൊണ്ട്. എന്ത്, അല്ലെങ്കിൽ ആര് മുൻകൂട്ടി ചെയ്യുക? ഐദീഹിം. യദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐദിൻ. ഐദിൻ എന്നുള്ളതിൻ്റെ കൂടെ ഹും എന്ന് ചേരുമ്പോൾ ഐദീഹിം എന്നാണ് വരിക. അവരുടെ കൈകൾ. യദുൻ കയ്യ്, ഐദിൻ കൈകൾ, ഐദീഹിം അവരുടെ കൈകൾ. ആ ഐദീഹിം എന്നുള്ളത്, അല്ലെങ്കിൽ ഐദിൻ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഖദ്ദമ എന്നുള്ളത് ഉപയോഗിക്കാതെ ഖദ്ദമത്ത് എന്നാക്കിയത്. ഐദീഹിം എന്ന് പറയുമ്പോൾ അവരുടെ കൈകൾ. അപ്പോൾ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തത് നിമിത്തം. വല്ലാഹു അലീമും ബിൽ ളാലിമീൻ. വല്ലാഹു, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. ഹാലിൻ്റെ വാവായിട്ടും പറയാം, അങ്ങനെയുള്ളവനായിരിക്കേ എന്നുള്ള അർത്ഥവും പറയാം. ഇവിടെ ഇസ്തിനാഫിയുടെ വാവായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ അർത്ഥം കൊടുക്കണമെന്നില്ല. ഒരേ കാര്യം പറഞ്ഞു പോകുന്നതിനിടയിൽ പുതിയ വേറെ വേറെ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന വാവ്. വല്ലാഹു, അല്ലാഹു, അലീമുൻ, അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, ആലിം അറിവുള്ളവൻ, അലീം നന്നായി അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, അങ്ങേയറ്റം അറിയുന്നവൻ, അലീമുൻ. ബിൽ ളാലിമീൻ, ആരെപ്പറ്റി? ളാലിമീങ്ങളെപ്പറ്റി. ളലമ എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു, ളാലിം അക്രമം ചെയ്യുന്നവൻ. അതിൻ്റെ ബഹുവചന രൂപമാണ് ളാലിമൂൻ, അക്രമം ചെയ്യുന്നവർ. അത് ഗ്രാമർ അനുസരിച്ച് ളാലിമീൻ എന്നും വരും, ളാലിമൂൻ എന്നും വരും. രണ്ടിനും അർത്ഥം അക്രമം ചെയ്യുന്നവർ. ലുൽമ് അക്രമം. ബിൽ ളാലിമീൻ അക്രമികളെപ്പറ്റി. ബി എന്നുള്ളതിന് അവിടെ അവരെക്കുറിച്ച്, അവരെ സംബന്ധിച്ച്, അവരെ പറ്റി എന്നുള്ള അർത്ഥം കൊടുക്കാം. ബിൽ ളാലിമീൻ അക്രമികളെപ്പറ്റി. ഇനി ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോൾ വലാ യത്തമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കരങ്ങൾ, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നിമിത്തം ഒരിക്കലും അവർ അതിനെ ആഗ്രഹിക്കുകയില്ല. വല്ലാഹു അലീമും ബിൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെപ്പറ്റി നന്നായി അറിയുന്നവനാകുന്നു. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണം നോക്കാം. ആദ്യ ആയത്തിൽ അള്ളാഹു വിളിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാര്യം പറഞ്ഞിട്ട് വിളിക്കാൻ പറയുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ഹാദൂ എന്നാണ്. ജൂദായിസം സ്വീകരിച്ചവരെ. യാ അയ്യുഹൽ യഹൂദു എന്ന് വിളിച്ചാലും മതി, യഹൂദരെ എന്നുള്ളതിന്. എന്തുകൊണ്ടാണ് ഇവിടെ ജൂദായിസം സ്വീകരിച്ചവരെ എന്ന് വിളിച്ചത്? രണ്ട് രൂപത്തിലുള്ള പദപ്രയോഗവും ഖുർആനിൽ വന്നിട്ടുണ്ട്. യാ ബനി ഇസ്രായേല അങ്ങനെയും വന്നിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികളെ, ജൂതന്മാരെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെയും വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഹാദു, അല്ലദീന ഹാദു, ജൂതമതം, ജൂദായിസം സ്വീകരിച്ചവരെ, യഹൂദികളായവരെ എന്നാണ് വിളിച്ചത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് രണ്ട് ഭാര്യമാർ. ഒരു ഭാര്യയുടെ പേര് റാഹീൽ എന്നും മറ്റൊരു ഭാര്യയുടെ പേര് ലയ എന്നും. ഈ റാഹീൽ എന്നുള്ള ഭാര്യയിലുള്ള രണ്ട് മക്കളാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ബിന്യാമീനും. ലയ എന്നുള്ള ഭാര്യയിലാണ് ബാക്കി 10 മക്കൾ. അങ്ങനെ ആകെ 12 മക്കൾ. ഇതിൽ ഈ ലയ എന്നുള്ള ഭാര്യയിലുള്ള ആ 10 മക്കളിൽ ഒരു മകനാണ് യഹൂദ എന്നുള്ള മകൻ.
ആ യഹൂദ എന്നുള്ള മകൻ്റെ സന്താന പരമ്പരകളും ബിനിയാമീൻ എന്നുള്ള മകൻ്റെ സന്താന പരമ്പരകളും താമസിച്ചിരുന്ന ആ സ്ഥലത്തിനെയാണ് യഹൂദിയ എന്ന് പറയുന്നത്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാജ്യം രണ്ടായിട്ട് പിളർന്നപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് ഈ യഹൂദ എന്ന് പറയുന്ന ആ മകൻ്റെ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിച്ചു. അതേപോലെ ബിന്യാമീൻ എന്ന് പറയുന്ന ആ മകൻ്റെ മക്കളും അവരുടെ സന്താന പരമ്പരകളൊക്കെ അവിടെ താമസിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടെ താമസിച്ച സ്ഥലമാണ് യഹൂദിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മറ്റുള്ള മക്കളുടെ സന്താന പരമ്പരകളെല്ലാം താമസിച്ചിരുന്ന സ്ഥലത്തെ സമരിയ എന്നുമാണ് പറയുന്നത്. ഈ സമരിയയെ പിന്നീട് ആക്രമിച്ച് പറ്റേ ഇല്ലാതാക്കിയ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. ഏതായാലും ഈ യഹൂദ എന്ന് പറയുന്ന മകൻ്റെ സന്താന പരമ്പരകളും ബിനിയാമീൻ എന്ന് പറയുന്ന മകൻ്റെ സന്താന പരമ്പരകളും താമസിച്ച ആ സ്ഥലത്തിന് അവർ യഹൂദിയ എന്ന് പേരിട്ടു. ഒരുപാട് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരും അതുപോലെയുള്ള ജ്യോത്സ്യന്മാർ അവരെല്ലാവരും കൂടെ പല രൂപത്തിലും പുതിയ പുതിയ പല ആശയങ്ങളും കൊണ്ടുവന്നു, പല മത ആചാരങ്ങൾ കൊണ്ടുവന്നു. ആ മത ആചാരങ്ങളും മത നിയമങ്ങളും എല്ലാം കൂടെ ചേർത്ത് അവരൊരു പുതിയ മതം രൂപപ്പെടുത്തി. അതാണ് ജൂതമതം. അങ്ങനെയാണ് അവർക്ക് ആ ജൂതമതം സ്വീകരിച്ചവരെ, അല്ലെങ്കിൽ പുതിയതാക്കി ഒരു മതം ഉണ്ടാക്കി അതിനകത്തേക്ക് പോയവരെ എന്നർത്ഥത്തിൽ യാ അയ്യുഹല്ലദീന ഹാദു, ജൂതായിസം സ്വീകരിച്ചവരെ എന്ന് വിളിക്കുന്നത് എന്നാണ് ഒരഭിപ്രായം. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജൂതമതം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ ഒരുപാട് കാലത്തിന് ശേഷം അവർ സ്വന്തമായിട്ടുണ്ടാക്കി ഒരു മതമുണ്ടാക്കി. അങ്ങനെ അവരത് പ്രചാരത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ആ ജൂതായിസം സ്വീകരിച്ചവരെ എന്നാണ് ഇവിടെ വിളിക്കുന്നത് എന്നതാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ആളുകൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചതും പിന്നീട് അള്ളാഹു അവരോട് മടങ്ങാൻ പറഞ്ഞതൊക്കെ അത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ അള്ളാഹു ആ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച ആ ജനതയോട് നിങ്ങൾ അതിൽ നിന്ന് മടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഹുദ്ന, ഞങ്ങൾ മടങ്ങിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അവരതിൽ നിന്ന് മടങ്ങിയതിന് ശേഷം പിന്നീട് അവർ വീണ്ടും വ്യതിചലിച്ചു, ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ആ മടങ്ങിയ ആ ഒരു സമൂഹത്തെയാണ് യാ അയ്യുഹല്ലദീന ഹാദു, അന്ന് ആ രൂപത്തിൽ മടങ്ങിയവരെ എന്ന് വിളിക്കുന്നത് എന്നാണ് മറ്റൊരഭിപ്രായം. അപ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങളും ഉണ്ട് ഈ ഒരു വിളിയിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം, ജൂതന്മാരെ, യാ അയ്യുഹല്ലദീന ഹാദു, ജൂതന്മാരെ, യഹൂദികളെ എന്നാണ് വിളിക്കുന്നത് എന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പേർഷ്യയിൽ യഹൂദിയ എന്ന പേരിലുള്ള മറ്റൊരു സ്ഥലമുണ്ട്. അത് ഈ റോമയിലുണ്ടായിരുന്ന ജൂതന്മാരെ റോമക്കാർ നാട് കടത്തിയൊരു സന്ദർഭമുണ്ട്. അങ്ങനെ നാട് കടത്തിയപ്പോൾ ഈ ജൂതന്മാരെല്ലാവരും പേർഷ്യയിലേക്ക് വന്ന് പേർഷ്യയിൽ ഒരു സ്ഥലത്ത് താമസാക്കി. ആ സ്ഥലത്തിന് അവർ യഹൂദിയ എന്ന് പേരിട്ടു. അങ്ങനെ ഒരു സ്ഥലവുമുണ്ട്, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഇവിടെ അള്ളാഹു ജൂതായിസം സ്വീകരിച്ചവരെ എന്ന രൂപത്തിലാണ് വിളിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 10 സ്ഥലങ്ങളിലാണ് അല്ലദീന ഹാദു എന്നുള്ള പദപ്രയോഗം ഉള്ളത്, ജൂതായിസം സ്വീകരിച്ചവരെ എന്നുള്ള രൂപത്തിൽ. എന്നിട്ട് എന്താണ് അവരോട് പറയുന്നത്? ഇൻ സഅംതും അന്നക്കും ഔലിയാ ഉലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, നിങ്ങളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങളാണ് അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, ജൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുവീൻ, നിങ്ങൾ സത്യം പറയുന്ന ആൾക്കാരാണെങ്കിൽ. അതാണ് അള്ളാഹുവിൻ്റെ വെല്ലുവിളി. അങ്ങനെ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, ഔലിയാക്കൾ, ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇവരാണ് എങ്കിൽ ഇവർക്ക് മരണത്തെ കൊതിക്കാലോ. ഈ ജൂതന്മാരുടെ പ്രത്യേകത, അവർ മരണത്തെ ഒരിക്കലും കൊതിക്കൂല. അവർക്ക് വലിയ പേടിയാണ്, ജീവനപ്പേടി വളരെയധികം ഉള്ളതാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ, മുസ്ലിങ്ങൾ മരണത്തെ പേടിക്കുന്നവരല്ല. ഇപ്പോൾ യുദ്ധങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ മരണത്തെ ആ തരത്തിൽ സ്വീകരിക്കുന്നവരാണ്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, അതുകൊണ്ട് ധൈര്യമായിട്ട് മരിക്കാം, ഷഹീദായി കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അതുകൊണ്ട് തന്നെ മരണത്തെ പേടിക്കുന്നവരല്ല, മരണത്തെ പ്രതീക്ഷിക്കുന്നവരാണ്, മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ്. അതായത് മരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മരിച്ചു പോകണം, അതുവരെ എല്ലാവിധ സൽക്കർമ്മങ്ങളും ചെയ്ത് ഏത് സമയത്ത് മരണം പിടികൂടുകയാണെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് മരിച്ചു പോകണം എന്ന രൂപത്തിൽ ഈ ഒരു മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കേണ്ട ആളുകളാണ് എല്ലാ സത്യവിശ്വാസികളും. മരണത്തെ പേടിക്കേണ്ടവരല്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം തന്നെ
മരണത്തെ പേടിക്കുകയല്ല വേണ്ടത്, പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. പ്രതീക്ഷിച്ച് നിൽക്കുക. ഏത് സമയത്തും മരണം വന്നു കഴിഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ഞാൻ തയ്യാറായി നിൽക്കണം എന്ന ബോധത്തോടു കൂടി ജീവിക്കുക. എന്നാൽ ജൂതന്മാരങ്ങനല്ല, അവരൊരുപാട് ഇത് പേടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് പറയുന്നത്, നിങ്ങൾ ഏറ്റവും നല്ല ഔലിയാക്കളാണെങ്കിൽ, അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ മിത്രങ്ങളാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മരണത്തെ കൊതിക്കാലോ. എന്നാൽ ഈ ഒരു ലോകത്തുനിന്ന് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും നല്ല സൗകര്യങ്ങളും സുഖങ്ങളും സ്വർഗ്ഗമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ മരണത്തെ കൊതിക്കുകയും. സൂറത്തുൽ മാഇദയിലെ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു ജൂതന്മാർ പറയുന്ന കാര്യം. അവർ പറയാണ് അവർ അള്ളാഹുവിൻ്റെ മക്കളും ഏറ്റവും ഇഷ്ടപ്പെട്ട ബന്ധുക്കളുമാണ്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവരൊരിക്കലും നരകത്തിൽ പോകില്ല, അവർ സ്വർഗാവകാശികളാണ്. ഇനി അഥവാ നരകത്തിലെങ്ങാനും പോയാൽ തന്നെ ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ, കുറച്ച് ദിവസം മാത്രമേ പോവുള്ളൂ എന്നവർ പറയുന്നുണ്ട്. അത് സൂറത്തുൽ ബഖറയുടെ 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ അവർ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്നും അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വർഗാവകാശികളാണ്, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നൊക്കെ വാദിക്കുന്ന ഇവർക്ക് അങ്ങനെയാണെങ്കിൽ മരണത്തെ ഒന്ന് കൊതിച്ചൂടെ, മരണത്തെ ഒന്ന് ആഗ്രഹിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ പറഞ്ഞ അവർ പോകുമെന്ന് അവർ ഉറപ്പ് പറയുന്ന സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോവാലോ. അവർക്കവിടെ ഏറ്റവും നല്ല ഒരു ജീവിതം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവരൊന്ന് മരണത്തെ കൊതിക്കട്ടെ. എന്നിട്ട് അള്ളാഹു തന്നെ അടുത്ത ആയത്തിൽ ഒരു പ്രസ്താവനയായിട്ട് പറയാണ്, വലാ യതമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദിഹിം. അവരുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തത് നിമിത്തം ഒരിക്കലും അവരങ്ങനെ കൊതിക്കൂല, അങ്ങനെ ആഗ്രഹിക്കൂല. അള്ളാഹ്ക്കറിയാലോ ഇവരുടെ മനസ്സ്. ഇവരുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ വെറും കൈകൾ കൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്നല്ല. അവർ ആ ഒരു സമൂഹം മൊത്തത്തിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവാചകന്മാരെ വധിച്ചതടക്കം ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹുവിനെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞടക്കം, അള്ളാഹു പിശുക്കനാണ്, അള്ളാഹു ഫക്കീറാണ്, അതേപോലെ തന്നെ അള്ളാഹുവിന് മകനുണ്ട്, ഉസൈർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മകനാണ്. ഇങ്ങനെ ഒരുപാട് കളവുകൾ പ്രചരിപ്പിച്ച് മറ്റുള്ള ആളുകളെ വഴിതെറ്റിച്ച് അവർക്ക് നൽകിയ ആ ഒരു വേദഗ്രന്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടത്തിക്കൂട്ടി, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി. അങ്ങനെ അവരുടെ കൈകൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും തന്നെ ആ മരണത്തെ അവർ കൊതിക്കുകയില്ല. വലാ യതമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദിഹിം. ഒരിക്കലും അവർ അങ്ങനെയുള്ളൊരു മരണത്തെ കൊതിക്കുകയേ ഇല്ല. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. അള്ളാഹു അക്രമികളെപ്പറ്റി നന്നായി അറിയുന്നവനാകുന്നു. ഈ ഒരു അക്രമം ചെയ്ത, ഇതൊക്കെ അക്രമമാണ്. അള്ളാഹുവിനെ ഈ രൂപത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മതത്തെ ഈ രൂപത്തിൽ മോശമാക്കിയത് അത് വലിയ അക്രമമാണ്. അതുകൊണ്ട് അത്തരം അക്രമികളെക്കുറിച്ചൊക്കെ അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് 2-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച ഈ ഒരു 7-ാമത്തെ ആയത്ത് പോലെയുള്ളൊരു ആയത്ത് നമുക്ക് സൂറത്തുൽ ബഖറയുടെ 95-ാമത്തെ ആയത്തിൽ കാണാൻ പറ്റും. അവിടെ വലാ യതമന്നൗനഹു എന്നല്ല, വലൈ യതമന്നൗഹു അബദൻ എന്നുള്ള രൂപത്തിലാണ് അവിടെ തുടങ്ങുന്നത്. അത് രണ്ടും രണ്ട് സന്ദർഭത്തിലാണ് ഇറങ്ങുന്നത്. ആ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ആ ഒരു കാര്യം അത് മുസ്ലിങ്ങളുമായിട്ട് ജൂതന്മാർ കാര്യമായിട്ട് ഏറ്റുമുട്ടലൊന്നും ഇല്ലാത്ത ആദ്യകാലത്ത് ഇറങ്ങിയതാണ്. ഇത് ഈ ഒരു ആയത്ത് അതിനൊക്കെ ശേഷം പല ഏറ്റുമുട്ടലുകളൊക്കെ നടന്നതിന് ശേഷം മറ്റൊരു സന്ദർഭത്തിലുള്ളതാണ്. ഏതായാലും അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് പറയാം. അപ്പോൾ ഇവിടെ വലാ യതമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദിഹിം. അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ച ഒരുപാട് അക്രമങ്ങളുണ്ട്. അത്തരം അക്രമങ്ങൾ നിമിത്തം ഒരിക്കലും തന്നെ അവർ മരണത്തെ കൊതിക്കുകയില്ല. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. അള്ളാഹു അക്രമികളെക്കുറിച്ച് നന്നായി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇനി അവിടെ ഔലിയാ ഉല്ലാഹി എന്ന് പറയാതെ ഔലിയാ ഉലില്ലാഹി എന്ന് പറഞ്ഞു. ഔലിയാ ഉല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ഔലിയാ ഉലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഔലിയാക്കൾ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഔലിയാ ഉല്ലാഹി എന്ന് പറഞ്ഞു? ശരിക്കുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളല്ല, ഇവരങ്ങനെ വാദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് നേരിട്ട് ചേർക്കാതെ ഔലിയാ ഉലില്ലാഹി, അള്ളാഹുവിന് ഉള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നുള്ളത് നേരിട്ട് ചേർക്കാത്ത രൂപത്തിൽ പദപ്രയോഗം ഉപയോഗിച്ചു. പരിശുദ്ധ ഖുർആനിലെ പദപ്രയോഗങ്ങൾ പോലും അത്ഭുതമാണ്. ഔലിയാ ഉല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അത് ശരിക്കുള്ള ഔലിയാക്കൾ. ഔലിയാ ഉലില്ലാഹി, അള്ളാഹുവിന് ഔലിയാക്കളെ ആക്കുകയാണ് അവർ ശരിക്കുള്ള ഔലിയാക്കളല്ല, അവർ പറഞ്ഞുണ്ടാക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആ ഔലിയാക്കളെ നേരിട്ട് ചേർക്കാതെ ഔലിയാ ലില്ലാഹി എന്നുള്ള രൂപത്തിലുള്ള പദപ്രയോഗം വളരെ അത്ഭുതമാണ് അതൊക്കെ. ഇനി നമുക്ക് ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഖുൽ യാ അയ്യുഹ. യാ അയ്യുഹ എന്നുള്ളിടത്ത് യാ എന്നുള്ള നീട്ടലുണ്ട്, അതിനുശേഷം അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസ.
അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു. അത് കണ്ടു കഴിഞ്ഞാൽ യാ അയ്യുഹ എന്നുള്ളത് ഒരു പദമായിട്ട് തോന്നും, പക്ഷേ അത് ഒരു പദമല്ല. യാ എന്നുള്ളത് വേറെ, അയ്യുഹ വേറെ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. യാ അയ്യുഹ. അയ്യുഹ എന്ന് ശരിക്കും അവിടെ ഒരു ചെറിയ നീട്ടലുണ്ടല്ലോ, 2 അക്ഷരത്തിൻ്റെ നീട്ടലുണ്ട്. അയ്യുഹ, ഹാ എന്നുള്ള നീട്ടൽ. പക്ഷേ അതിനുശേഷം ഹംസത്തു വസിലാണ്, അല്ലസീനയുടെ തുടക്കത്തിലുള്ള ഹംസത്തു വസിൽ. മദ്ദിന് ശേഷം ഹംസത്തു വസിൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അതുകൊണ്ട് അയ്യുഹ എന്ന് പറയില്ല, അയ്യുഹ എന്നേ പറയുള്ളൂ. യാ അയ്യുഹല്ലസീന ഹാദു. ഹാദു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടൽ, ഹാദു എന്നുള്ള ആ ഒരു ദൂ എന്നുള്ള നീട്ടൽ. അതിനുശേഷം ഇൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസ. അപ്പോൾ അവിടെയും നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അപ്പോൾ അവിടെ ഹാദൂ ഇൻ. ഇനി ഇൻ സഅംതും എന്നെടുക്കുകയാണെങ്കിൽ സായിൻ്റെ മുമ്പായിട്ട് സുക്കൂനുള്ള നൂന് കാണാം. അവിടെ ഇഖ്ഫ ആണ് നിയമം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം. ആ നൂനിനെ വെളിവാക്കി പറയരുത്, ഇൻ എന്ന് പറയരുത്. ഇൻ സഅംതും. അന്നക്കും നൂനിൻ്റെ ഷദ് മണിക്കുക, അന്നക്കും. ഔലിയാ ഉ. അവിടെ നോക്കുക, ഔലിയാ എന്നുള്ള ആ ഒരു യാ എന്നുള്ള നീട്ടലിന് ശേഷം അടുത്ത അക്ഷരം ഏതാണ്? ഉ, ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. ഒരു പദത്തിലാണ്, ഒറ്റപ്പദമാണ്. ഔലിയ എന്നുള്ളത് ഒറ്റപ്പദമാണ്. അപ്പോൾ ഒറ്റപ്പദത്തിൽ തന്നെയാണ് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത്. അവിടെ നിർബന്ധമായിട്ടും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും വ്യത്യസ്ത പദങ്ങളിലായിരുന്നു. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിർബന്ധമാണ്. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ ഔലിയാ ഉ. ലില്ലാഹി. ലി എന്നുള്ളതിന് ശേഷം അള്ളാഹു എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെസറുള്ള അക്ഷരത്തിന് ശേഷം അള്ളാഹു എന്ന് വരുമ്പോൾ ആ അള്ളാഹ് എന്നുള്ളതിന് പകരം ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കും. അപ്പോൾ ലില്ലാഹി എന്നാണ് പറയുക, ലില്ലാഹി എന്നല്ല. മിന്ദൂനി. ദാലിൻ്റെ മുമ്പ് സുക്കൂന നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിൻ എന്നുള്ളത് വെളിവാക്കി പറയൂല. മിന്ദൂനി. ദൂനിന്നാസി നൂനിൻ്റെ ശബ്ദ് മണിക്കുക. ഫതമന്നൗൽ അവിടെ നൂനിൻ്റെ ശബ്ദ് മണിക്കുക. അൽ മൗത്ത ഇൻ കുന്തും. ആ 2 സ്ഥലങ്ങളിലും ഇഖ്ഫാ. ഇൻ എന്നുള്ളിടത്ത് ആ സുക്കൂനുള്ള നൂന് വന്നത് കാഫിൻ്റെ മുമ്പാണ്. ഇൻ കുന്തും, ആ കാഫിൻ്റെ മുമ്പാണ് സുക്കൂനുള്ള നൂന്. കുന്തും എന്ന് പറയുമ്പോൾ താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന്. 2 സ്ഥലത്തും ഇഖ്ഫാ, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഇൻ കുന്തും, 2ഇടത്തും നൂനിനെ വെളിവാക്കരുത്. ഇൻ കുന്തും സ്വാദിഖീൻ. അവസാനത്തെ നൂനിനെ സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. മദ് ആരിലാണത്. സ്വാദിഖീൻ. അടുത്ത ആയത്തിൽ വലാ യതമന്നൗനഹു. അവിടെ നൂനിൻ്റെ ശബ്ദ് മണിക്കുക. പിന്നെ അവസാനത്തെ ആ ഹാ ഉൽ അമീർ, അതിനെ നീട്ടണോ നീട്ടണ്ടേ? തൊട്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കണം. തൊട്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടെങ്കിൽ നീട്ടണം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഹർക്കത്ത് ഇല്ലെങ്കിൽ നീട്ടാൻ പാടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നീട്ടണം. ഇനി സാധാരണഗതിയിൽ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യമാണ് പറയാം. പക്ഷേ ആ ഒരു അക്ഷരത്തിന് ശേഷം, ഹു എന്നുള്ളതിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അതിനെ മദ്ദുസിലത്തുൽ കുബ്ര എന്നാണ് പറയാം. അപ്പോൾ യതമന്നൗനഹു അബദൻ. അബദൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്. അതിനുശേഷം വന്ന അക്ഷരം ബ ആണ്. ബാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ, അല്ലെങ്കിൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കണം. ഇഖ്ലാബ് എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ അബദൻ എന്നല്ല, അബദം. അബദം മീമിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ അബദൻ എന്ന് എഴുതിയെടുത്ത് നിങ്ങൾക്ക് മുസാഫിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആ അബദൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ തൻവീനിലെ ഒരു വര ഇട്ടിട്ട് മറ്റേ വരക്ക് പകരം ഒരു മീമായിട്ട് ആണ് ഇട്ടെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ മീമിലേക്കാണ് പോകേണ്ടതെന്ന് അർത്ഥം. അബദം ബിമ, ഒരു സാവകാശമുള്ള മീമിലേക്കാണ് പോകേണ്ടത്. അബദം ബിമ ഖദ്ദമത് ഐദീഹിം. ഐദീഹിം എന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ജീമ് കാണാൻ മുകളിൽ. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, 2നും ഒരേ പ്രാധാന്യം. ഐദീഹിം. വല്ലാഹു അലീമുൻ. അലീമുൻ എന്നുള്ളിടത്ത് തൻവീനാണ് അവസാനത്തിൽ. ആ തൻവീന് ശേഷം പിന്നീട് ബ ആണ്. ആ ബാഇൻ്റെ മുമ്പ് തൻവീൻ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ നിയമം, ഇഖ്ലാബ്. അപ്പോൾ അലീമുൻ എന്നല്ല, അലീമും. അവിടെയും നമുക്ക് കാണാൻ പറ്റും ആ ലമ്മ് തൻവീൻ ഇട്ടപ്പോൾ ഒരു കൊളുത്തിട്ടിട്ട് അടുത്ത കൊളുത്തിന് പകരം ഒരു വാല് താഴേക്കുള്ള മീം. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, അലീമുൻ എന്നല്ല, അലീമും. സാവകാശം മീമിലേക്ക് പോവാണ് വേണ്ടത്. അലീമും ബിൽ ളാലിമീൻ. ബിൽ ളാലിമീൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നൂനെ സുക്കൂനിട്ട് നിർത്തുക.
അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു മീ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആയതായിട്ട് വരും. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ യാ അയ്യുഹല്ലസീന ഹാദൂ ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമുൻ ബിൽസാലിമീൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഖുൽ എന്നുള്ളത് കൽപ്പനക്രിയയാണ്, അല്ലെങ്കിൽ അമ്രാണ്. ഖാല എന്നുള്ളതിൻ്റെ അമ്ര. ഖുൽ. യാ എന്നുള്ളത് അദാത്ത് നിദാ, വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അയ്യുഹ എന്നുള്ളത് ഇസ്മു മർഫൂ, റഫ് ചെയ്യപ്പെട്ട ഇസ്മാണ്. അല്ലസീന എന്നുള്ളത് ഇസ്മു മൗസൂല. ഹാദൂ എന്നുള്ളത് ഹാദ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപം, ഹാദ ഹാദൂ. ഇൻ എന്നുള്ളത് ഒരു ഷർത്തിന് വേണ്ടിയിട്ടുള്ള ഹർഫാണ്, ഹർഫ് ഷർത്താണ്. സഅംതും, സഅമ എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർന്നപ്പോൾ സഅംതും എന്നുള്ള രൂപത്തിലായി. സഅമ എന്നുള്ളത് മാദിയായ പദമാണ്. ഔലിയാ എന്നുള്ളത് വലിയ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപമാണ്. ഇനി അന്നക്കും ഔലിയാ എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ അന്നയുടെ ഇസ്മാണ് കും എന്നുള്ളത്. അന്ന ഇന്ന പോലെയുള്ള പദങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ഇസ്മായിട്ട് വരുന്ന പദം അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെങ്കിൽ നെസ്ബാണ് അതിന് കൊടുക്കേണ്ടത്. ഇന്നല്ലാഹ ഗഫൂറുൻ, അവിടെ ഇന്നല്ലാഹ, അള്ളാഹു എന്നല്ല, ഇന്നല്ലാഹ ഗഫൂറുൻ. അപ്പോൾ ഇന്നയുടെ ഇസ്മിന് നെസ്ബും ഇന്നയുടെ ഖബറിന് റഫ്ഉം. അന്നക്കും അതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ അന്നക്കും ഔലിയാ ഉ, അന്നയുടെ ഇസ്മ് കും എന്നുള്ളതാണ്, അന്നയുടെ ഖബർ ഔലിയാ എന്നുള്ളതാണ്. അപ്പോൾ അന്നയുടെ ഇസ്മിന് നെസ്ബാണ്. അപ്പോൾ ആ കും എന്നുള്ളത് നെസ്ബിൻ്റെ സ്ഥാനത്താണ്. അത് മബിനി ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, കുമ എന്ന് എഴുതാനൊന്നും പറ്റില്ല. കും അത് നെസ്ബിൻ്റെ സ്ഥാനത്താണ്. ഔലിയാ എന്നുള്ളത് ഖബറാണ്. ആ ഖബറായതുകൊണ്ട് തന്നെ അന്നയുടെ ഖബറായതുകൊണ്ട് അതിന് റഫ് കൊടുത്തിട്ടുണ്ട്, ഔലിയാ ഉ. ലില്ലാഹി, അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പിൽ ഒരു ഹർഫ് ജറ് വന്നു, ലീ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലീ പോലെയുള്ള ഹർഫ് ജറുകൾ വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. അവസാനത്തിൽ കസ്റോ കസ്റത്തൻവീനോ ഇട്ടിട്ടാണ് സാധാരണഗതിയിൽ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹി എന്നാക്കിയത്, ലില്ലാഹി എന്നാക്കിയത്. മിൻ ദൂനിൻ നാസി, ദൂന എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ മിൻ വന്നു, മിൻ ദൂനി എന്നായി, മിൻ ദൂനിൻ നാസി. അന്നാസ് എന്നുള്ളതിലേക്ക് ദൂൻ എന്നുള്ളതിനെ ചേർത്തു. അപ്പോൾ അന്നാസ് എന്നുള്ള പദം മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് അന്നാസി എന്നെഴുതിയത്. ഫതമന്നഉൽ മൗത്ത, മരണം എന്നുള്ള പദം അവിടെ മഫ്ഊലും ബിയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് മൗത്ത എന്നെഴുതിയത്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും, സാധാരണഗതിയിൽ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് അൽ മൗത്ത എന്നെഴുതിയത്. ഫതമന്നഉ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഫാ, അത് ഫാ ഉൽ വാഖിയ എന്ന് പറയും. ഒരു ഷർത്തിന് ശേഷം അതിൻ്റെ ജവാബ് പറയുമ്പോൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഫ. ഇൻ സഅംതും, നിങ്ങൾ അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ ഫതമന്നഉൽ മൗത്ത, നിങ്ങൾ മരണത്തെ കൊതിക്കുവേൻ, എന്നാൽ നിങ്ങൾ മരണത്തെ കൊതിക്കുവേൻ. അപ്പോൾ ആ ഒരു ഇൻ എന്ന് തുടങ്ങുന്ന ആ ഒരു ഷർത്തുള്ള വാചകത്തിൻ്റെ ഒരു ജവാബ്, അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഫതമന്നഉൽ മൗത്ത എന്നുള്ള ഭാഗം തുടങ്ങുന്നത്. അങ്ങനെ ആ തുടക്കത്തിൽ ജവാബ് തുടങ്ങുന്ന സ്ഥലത്ത് കൊടുക്കുന്ന ഫ ആണ് ഫ ഉൽ വാഖിയ. ഫതമന്നഉൽ മൗത്ത ഇൻ കുൻതും സ്വാദിഖീൻ, അവിടെ ഇൻ എന്നുള്ളത് അതും ഹർഫ് ഷർത്താണ്. കുൻതും സ്വാദിഖീൻ, കാന എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർന്നു. അപ്പോൾ ആ കാനയുടെ കൂടെ നിൽക്കുന്ന ആ തും എന്നുള്ള ഭാഗം, ആ ത ആണ് അവിടെ കാനയുടെ ഇസ്മ്. കാനയുടെ ഇസ്മിന് ഇന്നയുടെ നിയമം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് വരിക. ഇന്നയുടെ ഇസ്മിന് നസ്ബും ഇന്നയുടെ ഖബറിന് റഫ് ആണല്ലോ. അതേസമയം കാനയുടെ ഇസ്മിന് റഫും കാനയുടെ ഖബറിന് നസ്ബുമാണ് വരിക. ഇപ്പോൾ ഇവിടെ കുൻതും എന്ന് പറയുമ്പോൾ, കുൻതും സ്വാദിഖീൻ എന്ന് പറയുമ്പോൾ ആ തും എന്നുള്ള ഭാഗമാണ് കാനയുടെ ഇസ്മ്, സ്വാദിഖീൻ എന്നുള്ള ഭാഗമാണ് കാനയുടെ ഖബർ. കാനയുടെ ഇസ്മിന് റഫ് ആണ്, അതുകൊണ്ട് തും എന്നുള്ളത് റഫിൻ്റെ സ്ഥാനത്താണെന്നാണ് പറയാം. സ്വാദിഖീൻ എന്നുള്ളത് നസ്ബ് കിട്ടിയ രൂപമാണ്, അല്ലെങ്കിൽ സ്വാദിഖൂൻ എന്ന് എഴുതണമായിരുന്നു. സ്വാദിഖൂൻ എന്നുള്ളതാണ് റഫിൻ്റെ രൂപം, സ്വാദിഖീൻ എന്നുള്ളത് നസ്ബിൻ്റെയും ജറിൻ്റെയും രൂപമാണ്. അപ്പോൾ ഇവിടെ സ്വാദിഖീൻ എന്ന് എഴുതാൻ കാരണം അത് കാനയുടെ ഖബറായി വന്നതുകൊണ്ടാണ്. അടുത്ത ആയത്തിൽ വലാ യതമന്നൗനഹു അബദൻ, അബദൻ എന്നുള്ളത് ലർഫ് സമാനാണ്, ഒരു കാലത്തെ കുറിക്കുന്ന പദം. ലർഫ് സമാൻ അല്ലെങ്കിൽ ലർഫ് മെക്കാനൊക്കെ സാധാരണഗതിയിൽ നെസ്ബ് കിട്ടിയ രൂപത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അബദൻ അവിടെ നെസ്ബിൻ്റെ രൂപത്തിൽ എഴുതി. ബിമാ ഖദ്ദമത് ഐദീഹിം, ഈ ഖദ്ദമ എന്നുള്ള പദത്തിൻ്റെ ഫായിൽ ഖദ്ദമ മുൻകൂട്ടി ചെയ്തു. ആര്? ഐദി, കൈകൾ. അപ്പോൾ ആ കൈകൾ എന്നുള്ളതാണ് ശരിക്കും അവിടെ ഫായിൽ, പ്രവൃത്തി ചെയ്യുന്ന ആൾ.
അതുകൊണ്ട് അതിനനുസരിച്ച് ആ ഫായിലിനനുസരിച്ച് ക്രിയയെ സ്ത്രീലിംഗം പുല്ലിംഗം ആക്കിയിട്ട് മാറ്റണം. അവിടെ ഐദി എന്നുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള ഇരട്ട വരുന്ന അവയവങ്ങളൊക്കെ സാധാരണഗതിയിൽ സ്ത്രീലിംഗം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഐദിൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ഖദ്ദമ പ്രയോഗിക്കാതെ ഖദ്ദമത്ത് എന്ന് പ്രയോഗിച്ചത്. വല്ലാഹു അലീമുൻ ബിൽവാലിമീൻ. വല്ലാഹു അലീമുൻ എന്നെടുക്കുകയാണെങ്കിൽ അള്ളാഹു അലീമുൻ, അള്ളാഹു എന്നുള്ളത് മുബ്തദ്, അലീമുൻ എന്നുള്ളത് ഖബർ. അപ്പോൾ മുബ്തദും ഖബറും അള്ളാഹു അലീമുൻ അവിടെ പൂർത്തിയായി വാചകം. പിന്നെ ബാക്കി ആ ഒരു ഖബറിനെ കുറച്ചും കൂടെ വിശദീകരിക്കുന്ന ബിൽവാലിമീൻ, അക്രമികളെപ്പറ്റി എന്നുള്ള ആ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, അത് ശരിക്കും ആ ഒരു ഖബറിനെ കുറച്ചും കൂടെ വിശദീകരിക്കുകയാണ്. അത് മുതഅല്ലിഖ് ബിൽ ഖബർ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടും. ഇനി അവിടെ ബിൽ ലാലിമീൻ എടുക്കുകയാണെങ്കിൽ ശരിക്ക് ലാലിമുൻ ലാലിമൂന എന്നാണല്ലോ. ഈ ലാലിമൂന എന്നുള്ളത് റഫിൻ്റെ രൂപമാണ്. ലാലിമീന എന്ന് പറയുമ്പോൾ അത് നെസ്ബിൻ്റെയും ജറിൻ്റെയും രൂപമാണ്. ഇവിടെ നെസ്ബാണോ ജറാണോ വരിക? ബി വന്നതുകൊണ്ട് ബി ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. അതുകൊണ്ട് ലാലിമൂന എന്നുള്ളതിന് പകരം ലാലിമീന എന്ന് എഴുതി. അത് ജറിൻ്റെ രൂപത്തിലാണ് എഴുതിയത്. ബി വന്നതുകൊണ്ടാണ് നമ്മളവിടെ ജറ് എന്ന് പറയാനുള്ള കാരണം. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.